വരാനിരിക്കുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി ആരാണ്? എന്താണ് പുരസ്കാരം? പ്രവാസി ഭാരതീയ പുരസ്കാരം. അത് 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? ബെൽജിയമാണ് ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം നടന്ന നഗരം ഏതാണ്? ഭുവനേശ്വറിലാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം നടന്നത്. 16 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത് ഓസ്ട്രേലിയയാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യറാണ്. ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവ അവധിയും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? ബെൽജിയമാണ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷം നടന്ന നഗരം ഏതാണ്? ഭുവനേശ്വറാണ്. 16 വയസ്സിന് താഴെ പ്രായമുള്ളവർ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഗോത്രവർഗ നേതാവായിട്ടുള്ള ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത കർമ്മ പദ്ധതി ഏതാണ്? പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0 ആണ് ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത കർമ്മ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. 2025 ജനുവരിയിൽ പദവി രാജിവെച്ചൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ ആണ് 2025 ജനുവരിയിൽ പദവി രാജിവെച്ചൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി. ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ. ഗോത്രവർഗ നേതാവ് ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്ത കർമ്മ പദ്ധതി ഏതാണ്? പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. 2025 ജനുവരിയിൽ പദവി രാജിവെച്ചൊഴിഞ്ഞ കനേഡിയൻ പ്രധാനമന്ത്രി ആരാണ്? ജസ്റ്റിൻ ട്രൂഡോ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ്? എയർ ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി എയർ ഇന്ത്യയാണ്. UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിലിനാണ് UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. കുട്ടികളുടെ 31ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത് ഭോപ്പാലിലാണ്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കമ്പനി ഏതാണ്? എയർ ഇന്ത്യയാണ്. UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിലാണ്. കുട്ടികളുടെ 31ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എവിടെയാ? ഭോപ്പാലിലാണ്. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനമുള്ള യുദ്ധക്കപ്പലായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? AI സംവിധാനമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പലായിട്ട് അറിയപ്പെടുന്നത് INS സൂറത്താണ് കേട്ടോ. INS സൂറത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനമുള്ള യുദ്ധക്കപ്പലായിട്ട് അറിയപ്പെടുന്നത്. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം ഏതാണ്?
സാജൻ പ്രകാശാണ് 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായിട്ടുള്ള ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? എസ് മുരളീധരനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായിട്ടുള്ള ബാഡ്മിൻ്റൺ പരിശീലകൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ലഡാക്കിലെ ലേയിലാണ്. ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനമുള്ള യുദ്ധക്കപ്പലായിട്ട് അറിയപ്പെടുന്നത് INS സൂറത്താണ്. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയായിട്ടുള്ള ബാഡ്മിൻ്റൺ പരിശീലകനാണ് എസ് മുരളീധരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി, അത് ഹരിയാനയിലാണ്. OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് ശ്രദ്ധിക്കുക, ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്തിലാണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യമല്ല. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ഏതാണ്? ബീഹാറാണ്. വന്ദേ മെട്രോ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിൻ്റെ പുതിയ പേരെന്താണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ തുടക്കത്തിൽ വന്ദേ മെട്രോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? OP ജിൻഡാൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. രാജ്യത്തെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. വന്ദേ മെട്രോ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന റെയിലിൻ്റെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതുമായിട്ടുള്ള ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ്? നഫിത്രോമൈസിൻ ആണ്. എന്താണ്? രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതുമായ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ് നഫിത്രോമൈസിൻ. ഏതാണ്? നഫിത്രോമൈസിൻ. ഏത് നേത്രരോഗത്തിൽ നിന്നും ഇന്ത്യ പൂർണ്ണമായിട്ടും വിമുക്തി നേടിയതായിട്ടാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ട്രക്കോമയിൽ നിന്നും എന്താണ്? ഇന്ത്യ പൂർണ്ണമായിട്ടും വിമുക്തി നേടിയതായിട്ടാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും 2024 നവംബർ 18 വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് GSAT-20. ഏതാണ്? GSAT-20. GSAT-20യുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 ആണ്. സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 ആണ് GSAT-20യുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ്. അപ്പോൾ രോഗാണുക്കളുടെ മരുന്നുകളോടുള്ള പ്രതിരോധത്തെ അതിജീവിക്കാൻ ശേഷിയുള്ളതും ഇന്ത്യയിലെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചതുമായ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ് നഫിത്രോമൈസിൻ. ഏത് നേത്രരോഗത്തിൽ നിന്നും ഇന്ത്യ പൂർണ്ണമായിട്ടും വിമുക്തി നേടിയതായിട്ടാണ് 2024 ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? ട്രക്കോമയിൽ നിന്നും. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്നും 2024 നവംബർ 18 വിക്ഷേപിച്ച ഇന്ത്യൻ ഉപഗ്രഹമാണ് GSAT-20. GSAT-20യുടെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കൺ 9 ആണ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റഷ്യയിലെ കസാനിലാണ് 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്.
2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥിതി ചെയ്യുന്നത്. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ അരവിന്ദ് ചിദംബരമാണ്. ആരാണ്? അരവിന്ദ് ചിദംബരം. അപ്പോൾ 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാനിലാണ്, റഷ്യയിലെ കസാനിലാണ്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് അരവിന്ദ് ചിദംബരം. ബഹിരാകാശത്ത് വിജയകരമായിട്ട് ഡോക്കിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ബഹിരാകാശത്ത് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഏത് രാജ്യമാണ്? 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് വി രാമസ്വാമി 2025 മാർച്ചിലാണ് അന്തരിച്ചത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് നേരിട്ട സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ഏത് വ്യക്തിയാണ് 2025 മാർച്ചിൽ അന്തരിച്ചതെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. 2025 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ് 2025 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം. അപ്പോൾ ബഹിരാകാശത്ത് വിജയകരമായി ഡോക്കിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട സുപ്രീം കോടതി ജഡ്ജിയായ ഏത് വ്യക്തിയാണ് 2025 മാർച്ചിൽ അന്തരിച്ചത്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. 2025 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ലാറ്ററൈറ്റ് ബേബി എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു ഫോസിലുണ്ട്. അത് ഹോമിനിൽ തലയോട്ടി. അത് കണ്ടെത്തിയത് വിഖ്യാത ആർക്കിയോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ പി രാജേന്ദ്രനാണ്. അപ്പം ലാറ്ററൈറ്റ് ബേബി എന്ന പേരിൽ പ്രസിദ്ധമായ ഫോസിൽ കണ്ടെത്തിയ ഏത് വിഖ്യാതനായ ആർക്കിയോളജിസ്റ്റാണ് അടുത്തിടെ അന്തരിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ പി രാജേന്ദ്രനാണ്. അത് ഹോമിനിൽ തലയോട്ടിയാണ്. അത് ലാറ്ററൈറ്റ് ബേബി എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഫോസിലാണ്. 2025 മാർച്ചിൽ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സഹായം എത്തിക്കാനായിട്ട് ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മയാണ്. 2025 മാർച്ചിൽ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച ദൗത്യം. 2025 ഏപ്രിലിൽ മിത്രവിഭൂഷണ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചത് ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണ് 2025 ഏപ്രിലിൽ മിത്രവിഭൂഷണ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചത്. അപ്പോൾ ലാറ്ററൈറ്റ് ബേബി എന്ന പേരിൽ പ്രസിദ്ധമായ ഫോസിൽ കണ്ടെത്തിയ ഏത് വിഖ്യാത ആർക്കിയോളജിസ്റ്റാണ് അടുത്തിടെ അന്തരിച്ചത്? ഡോക്ടർ പി രാജേന്ദ്രനാണ്. 2025 മാർച്ചിൽ മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സഹായം എത്തിക്കാനായിട്ട് ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഏപ്രിലിൽ മിത്രവിഭൂഷണ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചത് ഏത് രാജ്യമാണ്? ശ്രീലങ്കയാണ്. അതുപോലെ തന്നെ 2025 ഏപ്രിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലമാണ്. അപ്പോൾ 2025 ഏപ്രിലിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണ് പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാ? തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 ഏപ്രിൽ 1 നിയമിതനായ വനിത ആരാണ്? പൂനം ഗുപ്തയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 ഏപ്രിൽ 1 നിയമിതയായ വനിത. ആരാണ്? പൂനം ഗുപ്ത. BBC 2024 സ്പോർട്സ് വിമൺ ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? മനു ഭാക്കറാണ്
BBC 2024 സ്പോർട്സ് വിമൺ ഓഫ് ദ ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം. അപ്പോൾ 2025 ഏപ്രിലിൽ രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏതാണ്? പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 ഏപ്രിൽ 1 നിയമിതനായ വനിത ആരാണ്? നിയമിതയായ വനിത പൂനം ഗുപ്തയാണ്. BBC 2024 സ്പോർട്സ് വിമൺ ഓഫ് ഇന്ത്യ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരമോ? അത് മനു ഭാക്കർ ആണ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന നഗരം ഏതാണ്? ബാങ്കോക്ക് ആണ് 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്ന നഗരം. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത്. ഫോബ്സിൻ്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? എലോൺ മസ്ക് ആണ് ഫോബ്സിൻ്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി ആരാണ്? സാറ ജോസഫ് ആണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി. അപ്പോൾ 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് ബാങ്കോക്കിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഫോബ്സിൻ്റെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇലോൺ മസ്ക് ആണ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ എഴുത്തുകാരി സാറ ജോസഫ് ആണ്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം റാങ്കിലാണ്? 118ാമത്തെ റാങ്കിലാണ് 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. 118 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ് 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ രാജ്യം.